നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് നടയിൽ ഏകദിന നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നെൽവില 40 രൂപയായി ഉയർത്തുക, നിലവിൽ തടഞ്ഞുവച്ചിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന വിഹിതമടക്കം മുൻകാല പ്രാബല്യത്തോടെ നെൽവില നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഏകദിന സത്യാഗ്രഹം. വിത്തിന്റെ ലഭ്യത മുതൽ നെല്ല് വിറ്റ് പണം അക്കൗണ്ടിൽ എത്തുന്നതുവരെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്താണ് കർഷകർ മുന്നോട്ടു പോകുന്നത്. സംരക്ഷണ സമിതിയും കർഷക സംരക്ഷണ സമിതിയും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് DKF അടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ നിരാഹാര സമരം നടക്കുന്നത്. അതിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനായിട്ട് എത്തും. ഞങ്ങൾ 9 ദിവസം ആലപ്പുഴ കളക്ടറേറ്റിൽ നടത്തിയ സമരത്തിൽ തന്ന ഒരു ഉറപ്പുകളും പാലിക്കപ്പെട്ടിട്ടില്ല. പുഞ്ച കൃഷിക്ക് മുമ്പായിട്ട് നെൽവില കൂട്ടുന്ന കാര്യവും കർഷകരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പഠിക്കുന്നതിനുമായി മുഖ്യമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും കൃഷി മന്ത്രിയും അടക്കം ഉള്ളവരുമായി ഒരു ചർച്ച സിവിൽ സപ്ലൈസ് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതായിരുന്നു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും കെടുകാര്യസ്ഥത മൂലം ഈ മേഖല പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. ഈ സാഹചര്യത്തിലാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കർഷക രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ സംയുക്ത സമരമായി 6-ാം തീയതി രാവിലെ 10 മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ കർഷകരുടെ ഏകദിന നിരാഹാര സമരം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന രക്ഷാധികാരി VJ ലാലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ, സംസ്ഥാന സെക്രട്ടറി മാത്യു തോമസ്, സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷറഫ്, വൈസ് പ്രസിഡന്റ് P. വേലായുധൻ നായർ എന്നിവർ പങ്കെടുത്തു.